ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു മിസ്റ്റിക്കൽ മോർണിംഗ് മെസ്സേജസ്. ഓക്കെ, ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ഇന്നർ ടോക്കിനെ കുറിച്ചാണ്. അതായത് സെൽഫ് ടോക്കിനെ കുറിച്ച്. നമ്മൾ അവനവനോട് എന്താണ് പറയുന്നത് എന്നുള്ളൊരു കാര്യം. നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് വേറൊരാൾ വന്ന്, പുറത്തു നിന്നൊരാൾ വന്ന് നമ്മളുടെ അടുത്ത് നല്ലത് പറയണം, നമ്മളെ കുറിച്ച് നല്ലത് പറയണം, അപ്രീഷിയേറ്റ് ചെയ്യണം, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം, നമ്മളുടെ നല്ല കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നല്ലതിന് ഒരു നല്ല വാക്ക് നമ്മൾ മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ പെടുമ്പോൾ നമ്മളെ ആരെങ്കിലും വന്ന് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആരെങ്കിലും വന്ന് അറ്റ്ലീസ്റ്റ് ഒരു വാക്ക് കൊണ്ടെങ്കിലും, ഒരു വാക്ക് കൊണ്ടെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളെ കൂടെ നിൽക്കുന്നു, നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ, അതെല്ലാം നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നത് പുറത്തു നിന്നാണ്. കാരണം എവിടെയോ നമ്മുടെ ഉള്ളിൽ നമ്മൾ അവനവന്റെ പൊട്ടൻഷ്യൽ നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. നമ്മളുടെ തന്നെ ഒരു കഴിവ്, നമ്മളുടെ ഒരു സ്ട്രെങ്ത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ എപ്പോഴും അവനവനോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. നിങ്ങൾ അവനവനോട് എപ്പോഴും എന്താണ് പറയുന്നത്? സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ സമയം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവനവനോട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മൈൻഡിൽ നമ്മളെപ്പോഴും നമ്മളോട് തന്നെ കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സംസാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയുന്നത് അവനവനോട്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. നിങ്ങൾ അവനവനോട് സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നത്? അതായത് ഞാൻ പോരാ, എനിക്ക് കഴിവില്ലാതെയാണ്, എന്നെ കാണാൻ നല്ലതല്ലാത്തതാണ്, ഞാൻ ഹൈറ്റ് ഇല്ല, ഞാൻ തടിയുണ്ട്, എന്നെ കാണാൻ നന്നല്ല, ഞാൻ കറുത്തിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് പോരാ, എനിക്ക് അത്ര മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല, ജോലിയിൽ ഞാൻ എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ 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 ഓരോന്നും ഓരോ സ്ഥലത്തും വീട്ടിലായാലും ശരി പുറത്തായാലും ശരി നമ്മൾ തോന്നുന്നത് എന്നെക്കാൾ ബെറ്റർ മറ്റുള്ളവരുണ്ട്, ഞാൻ ഒന്നുമല്ല എന്ന് നിങ്ങൾ അവനവനോട് നിങ്ങൾ അതാണ് എപ്പോഴും സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്റെ എന്തെങ്കിലും തെറ്റുകൊണ്ടായിരിക്കും, എന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും, ഞാൻ എങ്ങനെ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പോരാഞ്ഞിട്ടാണ്, എന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണ്, എന്നെ സ്നേഹിക്കാൻ ആർക്കും പറ്റാഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ആ തരത്തിലുള്ള നെഗറ്റീവ് ടോക്സ് ആണ് നിങ്ങൾ എപ്പോഴും നമ്മൾ അവനവനോട് ചെയ്യുന്ന. എപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേ സാധനം പക്ഷെ നിങ്ങൾ വേറൊരാളോട് നിങ്ങൾ പറയുകയാണെന്ന് വിചാരിക്കൂ. ആ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാ പറയാ അവരോട്? അല്ല, നീ പറയുന്നതൊക്കെ തെറ്റാണ്, നിനക്ക് കഴിവുണ്ട്, നിനക്ക് നല്ലോണം, നിന്നെ കാണാൻ ഇപ്പൊ ഹൈറ്റ് ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ, നീ ഓക്കെ ആണ്, നീ ഇത്ര മതി, അല്ലെങ്കിൽ തടിയുണ്ടെങ്കിൽ എന്താന്നും കുഴപ്പമില്ല, നീ ഹെൽത്തി ആയിട്ടില്ലേ ഇരിക്കുന്നത്, അത് മതി, അല്ലെങ്കിൽ നീ നിന്റെ ജോലിയിൽ നിനക്ക് പറ്റുന്നത്ര നീ ചെയ്യുന്നില്ലേ, അത് മതി, നീ നിന്റെ ബെസ്റ്റ് അല്ലേ നീ ശ്രമിക്കുന്നത്, നല്ല കാര്യമല്ലേ എന്ന് നിങ്ങൾ മറ്റൊരാളോട് പറയും, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും അവരൊരു പ്രശ്നം പറഞ്ഞു വന്നു, അല്ലെങ്കിൽ അവരൊരു സങ്കടം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ വേറൊരാളോട് നിങ്ങൾ എന്താ പറയാ? നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ്, ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്നതാവാം, വേറെ എന്തെങ്കിലും ആവാം. അവർ വന്ന് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും എനിക്ക് ഒന്നുമില്ല, എൻ്റെ ആകെ ഒരു വിഷമമാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവരോട് എന്താ പറയാ? ഇല്ല, നിനക്ക് തോന്നലാണ്, ഇതൊക്കെ ശരിയാവും, ഇതൊന്നും കുഴപ്പമില്ല, അതെല്ലാം മാറിക്കിട്ടും, ഓക്കെ ആവും എന്ന് നമ്മൾ പറഞ്ഞ് സമാധാനിപ്പിക്കില്ലേ? പക്ഷെ അവനവനോട് സംസാരിക്കുന്നതിൽ വരുമ്പോൾ നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടാണ് പറയാ, അല്ലെ? നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുന്ന വേറെ ആൾ വന്ന് നമ്മളോട് പറയട്ടെ, നമ്മൾ അങ്ങോട്ട് പറയുന്നത് പോലെ നമ്മളടുത്ത് ആരെങ്കിലും വന്ന് പറയണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ ആണ്. പക്ഷെ സത്യം പറഞ്ഞാൽ അത് വെക്കാതിരിക്കുക, അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവുകൾ തിരിച്ചറിയാം, നിങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയാം. വേറെ ആളും വന്ന് നമ്മളെ സമാധാനിപ്പിക്കും, സന്തോഷിപ്പിക്കും എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾ വെക്കാതിരിക്കുക. അവനവന്റെ ആ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. മറ്റുള്ളവരോട് നിങ്ങൾ എങ്ങനെ സംസാരിക്കുമോ അതുപോലെ നിങ്ങൾ അവനവനോട് സംസാരിക്കൂ. വേറെ ആരെങ്കിലും വന്ന് അത് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്നുള്ളത് നിങ്ങൾ നിർത്താം. പോസിറ്റീവായിട്ട് പറയാം അവനവനോട് തന്നെ. നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ പോരാ എന്ന് തോന്നുമ്പോൾ, ഇല്ല കുഴപ്പമില്ല, ഞാൻ മറ്റേ ബെസ്റ്റ് ആവണമെന്നില്ല, പക്ഷെ ഞാൻ ഓക്കെ ആണ്, എനിക്ക് ചില കഴിവുണ്ട്, എന്റേതായ ചില കഴിവുണ്ട്, എന്റേതായ ചില നല്ല ക്വാളിറ്റീസ് എനിക്കുണ്ട്, അത് മതി എന്ന് പറയാം. നല്ലൊരു ദിവസമായിട്ട്. താങ്ക് യു.